ഹായ്, സ്മൈലി കിച്ചണിലേക്ക് ഏവർക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരു അച്ചാറാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 40 ചക്കക്കുരു ഉണ്ട്. ഇത് നമുക്കൊരു നാടായിട്ട് കീറിയെടുത്ത് ഒന്ന് വേവിക്കാൻ വെക്കാം. ഹായ്, അങ്ങനെ നമ്മുടെ ചക്കക്കുരു ഒന്ന് വേവിക്കാൻ വെക്കാനായിട്ട് ഞാനൊരു ചെറിയൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിലേക്കൊരു ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിത് ഒരുപാടൊന്നും വേണ്ട, ഒരു 50% പകുതി ഒന്ന് വെന്താൽ മതി. ബാക്കി നമ്മൾ എണ്ണയ്ക്കകത്ത് കിടന്ന് വേവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചക്കക്കുരു തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂണ് ഉപ്പ്. ആ ചക്കക്കുരുവിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വെന്ത് വരുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മൾ ഊറ്റിയെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ ചക്കക്കുരു വെന്തത് ഒന്ന് മസാല പറ്റിയെടുക്കേണ്ടതുണ്ട്. ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു സ്പൂൺ മുളക് പൊടി എടുക്കുകയാണ്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു അല്പം ഉപ്പ്. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് ചക്കക്കുരു മസാല പറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു മസാലയൊക്കെ പറ്റിയെടുത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് വറുത്തെടുക്കാം നമുക്ക്. അങ്ങനെ ഞാൻ ചട്ടി അടുപ്പിൽ വെച്ച് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമുക്ക് ഈ എണ്ണയ്ക്കകത്ത് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായി. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഞാൻ അതിന് കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ചക്കക്കുരു ഒന്ന് മൂത്ത് വരുന്നുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇത്രയും മൂത്താൽ മതി, ഒരുപാട് കരികരുന്നാകണ്ട, ഇത്രയും മൂത്താൽ മതി. അങ്ങനെ നമ്മുടെ ചക്കക്കുരു വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇനി ഇത് അച്ചാർ ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെ അച്ചാർ ഇടാനായിട്ട് ഞാനൊരു ഫ്രൈ പാനാണ് സ്റ്റൗവിൽ വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഈ അച്ചാറിനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ഞാൻ 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി വരുന്നോടം വരെ നമുക്ക് അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇതിലേക്ക് അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായി വന്നു. ഇതിലേക്ക് ഞാൻ ഒരല്പം ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. 1 സ്പൂൺ കടുകും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അത് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, പച്ചമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നല്ലപോലെ മൂത്ത് നല്ല പരുവായി വന്നിരിക്കുകയാണ്. ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. അപ്പോൾ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ തീ കുറച്ച് വെച്ച് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പൊടിയെല്ലാം ഒന്ന് മൂത്ത് വന്നു. ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം നമ്മൾ ഒറ്റയടിക്ക് ഒരുമിച്ച് ഒഴിക്കുകയല്ല, കുറച്ചാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഞാനിപ്പം മൊത്തം 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനിയിപ്പം ഇതിലേക്ക് ഒരു 1/2 കപ്പ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അച്ചാറിൻ്റെ ഗ്രേവി എല്ലാം നല്ലപോലെ തിളച്ച് വന്നു. ഞാനിതിലേക്ക് ചക്കക്കുരു ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1-2 സാധനം കൂടെ ചേരാനുണ്ട്. അങ്ങനെ നമ്മുടെ
ചക്കക്കുരു അച്ചാർ അവസാന പോയിന്റിലേക്ക് എത്തുകയാണ്. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഒരല്പം 1/4 ടീസ്പൂണ് കായപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ചക്കക്കുരു അച്ചാർ റെഡിയായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് ചെയ്തു നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നമുക്കതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 2 പേർക്ക് 2 സമ്മാനം ഉണ്ടാവും. അതുപോലെ 10,000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പോൾ ഒരു ബമ്പർ സമ്മാനവും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതാണ്. തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ബൈ ബൈ.